നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാപ്പനംകോട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ വൻ തീപിടുത്തമുണ്ടാവുകയും 2 പേർ മരിക്കുകയും ചെയ്ത സംഭവം അതീവ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. അതൊരു അപകട മരണം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം ഉണ്ടായത് എന്ന തരത്തിലുള്ള നിഗമനങ്ങളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊരു കൊലപാതകമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഇവരുടെ ആൺ സുഹൃത്ത് ബിനുവുമാണ് ഈ തീപിടുത്തത്തിൽ മരിച്ചത്. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. മരിച്ച രണ്ടാമത്തെ വ്യക്തി ബിനു എന്ന് തെളിയിക്കാൻ DNA പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്: ബിനു മണ്ണെണ്ണ കൊണ്ടൊഴിച്ച് ഈ ഒരു അപകടം, അതായത് കത്തിക്കുകയായിരുന്നു എന്നാണ്. മരിച്ച ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവുമായി സുഹൃത്തുക്കളായിരുന്നു. ആദ്യ ഭർത്താവുമായി വൈഷ്ണ പിരിഞ്ഞു. ഇതിനുശേഷം ബിനുവുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. 7 മാസമായി ബിനുവും വൈഷ്ണയും വീണ്ടും അകന്ന് താമസിക്കുന്നു. 4 മാസം മുമ്പ് ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തി. രണ്ടാമത്തെ മൃതദേഹം ബിനുവിൻ്റേതാണെന്ന് തെളിയിക്കാൻ DNA പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരത്തെ ഒന്നാകെ നടുക്കിയ സംഭവം ഉണ്ടായത്. പാപ്പനംകോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്ന് പൊട്ടിത്തെറി ശബ്ദത്തോടെ തീ ആളിപ്പടരുകയായിരുന്നു. 2ാം നിലയിലുള്ള സ്ഥാപനത്തിലേക്ക് കയറി തീ കെടുത്താൻ പോലും നാട്ടുകാർക്ക് സാധിച്ചില്ല. അത്രയും വലിയ തീയായിരുന്നു പടർന്നത്. ഫയർഫോഴ്സ് എത്തി അവർ തീ അണച്ചു. കത്തിക്കരിഞ്ഞ നിലയിൽ 2 മൃതദേഹങ്ങൾ അപ്പോഴാണ് കണ്ടെത്തിയത്. വൈഷ്ണയെ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ മൃതദേഹം ആരുടേതാണെന്ന് ആദ്യം വ്യക്തമായില്ല. സ്ഥലം പരിശോധിച്ച പോലീസിന് പിന്നീട് സംശയമുണ്ടായി. ഷോർട്ട് സർക്യൂട്ട് അല്ല അപകട കാരണമെന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് വൈഷ്ണയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നത്. പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ബിനു മുൻപും ഈ സ്ഥാപനത്തിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും അതീവ നടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു കൊലപാതകം, അതും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് കൊലപാതകം നടത്തിയിരിക്കുകയാണ്. എത്ര പേരെ ബാധിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടന്നിരുന്നിരിക്കുന്നത്. എന്തായാലും 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള മറ്റ് ആൾക്കാരിലേക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാതെ ഈ ഒരു അപകടം അങ്ങ് ഒഴിഞ്ഞു പോയി എന്ന് വേണം കരുതാൻ. കാരണം അതൊരു സ്വകാര്യ സ്ഥാപനമാണ്, ഇൻഷുറൻസ് കമ്പനിയാണ്. പലരും വന്ന് അവിടുത്തെ തന്നെ ജീവനക്കാരുണ്ടാകാം, അതുപോലെ തന്നെ ആൾക്കാർ വന്നു പോകുന്നുണ്ടാകാം. എങ്കിലും ഇത്തരത്തിലൊരു രീതിയിലാണ് ഈ ഒരു അപകടം കലാശിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു തുടക്കത്തിലൊരു അപകടമാണ്, ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന രീതിയിലായിരുന്നു നിഗമനമെങ്കിലും ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി മരിച്ചത് ബിനു ആണോ എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് DNA പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും വൈഷ്ണ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നടുക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് ഇപ്പോൾ പാപ്പനംകോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.